ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഈ കഴിഞ്ഞ പരീക്ഷകൾ കഴിഞ്ഞ് ഹാള് വിട്ട് ഇറങ്ങിയപ്പോൾ മനസ്സാകെ തളർന്ന് കണ്ണ് നിറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായോ? ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, എന്നിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും ടഫ് ആയല്ലോ, എന്റെ പ്രതീക്ഷ മുഴുവൻ പോയി, ഇനി മുന്നോട്ടുള്ള പരീക്ഷകൾ എഴുതിയിട്ട് എന്താ കാര്യം എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണോ നിങ്ങൾ? ഹോണസ്റ്റ്ലി നിങ്ങളുടെ ആ ഒരു സങ്കടവും നിരാശയും എനിക്ക് പൂർണ്ണമായും മനസ്സിലാവും. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞുപോയ ആ ഒരു പരീക്ഷ ഓർത്ത് കരഞ്ഞ് സമയം കളഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകളുടെ മാർക്ക് കൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ പരീക്ഷയിലെ നിരാശ പൂർണ്ണമായും മാറ്റി ബാക്കിയുള്ള പരീക്ഷകളിൽ വീണ്ടും ഹൈ എനർജിയോടെ തിരിച്ചു വരാൻ സഹായിക്കുന്ന പവർഫുൾ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആൻഡ് ആക്ഷൻ സ്റ്റെപ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ എനർജിയും കോൺഫിഡൻസും പഴയതിനേക്കാൾ ഇരട്ടിയാവും. സോ സ്റ്റോപ്പ് ക്രൈങ്, ലെറ്റ്സ് റീസെറ്റ്. സ്റ്റെപ്പ് 1, അക്സെപ്റ്റ് ദ ഈക്വൽ ഡിഫിക്കൽട്ടി റിയാലിറ്റി. എക്സാം ഹാൾ വിട്ടിറങ്ങുമ്പോൾ നമുക്ക് തോന്നുന്ന ആദ്യത്തെ ചിന്ത, അയ്യോ എന്റെ പരീക്ഷ മാത്രം പാളിയല്ലോ, ബാക്കി എല്ലാവരും നന്നായി എഴുതി കാണും എന്നൊക്കെ ആയിരിക്കും, റൈറ്റ്? സത്യം എന്താന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ട് ഓഫ് സിലബസ് അല്ലെങ്കിൽ വളരെ ടഫായിട്ട് വന്നാൽ അത് നിങ്ങൾക്ക് മാത്രമല്ല, പരീക്ഷ എഴുതി 99% കുട്ടികൾക്കും ടഫാണ്. വാല്യൂഷൻ നടത്തുമ്പോൾ അത്തരം കടുപ്പമേറിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ലിബറൽ വാല്യൂഷൻ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മോശം റിസൾട്ട് ആയിരിക്കില്ല വരാൻ പോകുന്നത്. അതുകൊണ്ട് എന്റെ മാർക്ക് മാത്രം പോയെന്നോർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കരുത്. അത് ഏവർക്കും ഒരുപോലെ കഠിനമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സ്റ്റെപ്പ് 2, ക്ലോസ് ദി ചാപ്റ്റർ. പരീക്ഷ കഴിഞ്ഞുടൻ നമ്മളെ പലരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്നറിയോ? വീട്ടിലെത്തി ടെക്സ്റ്റ് ബുക്കും ഗൈഡും ഒക്കെ തുറന്നു വെച്ച് ഓരോ ഉത്തരവും ശരിയാണോ എന്ന് നോക്കും. അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ച് നീ അതിനെന്താ എഴുതിയത്, നീ ഇതിനെന്താ എഴുതിയത് നമ്മൾ ചോദിക്കും. അതിൽ 2 ഉത്തരം തെറ്റാണെന്ന് കണ്ടാൽ അപ്പൊ തീർന്നു നമ്മുടെ സമാധാനം. ഓർക്കുക, ഇൻ ലൈഫ് ആൻഡ് എക്സാംസ് യു കനോട്ട് എഡിറ്റ് ദ പാസ്റ്റ്. കഴിഞ്ഞുപോയ ചോദ്യപേപ്പറിൽ ഇനി ഒരു പെന്നുകൊണ്ട് വരയ്ക്കാനോ ഉത്തരം തിരുത്താനോ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ബാഗിന്റെ ഏറ്റവും അടിയിലേക്ക് മാറ്റി വെച്ചോളൂ. ഇനി എല്ലാ പരീക്ഷയും കഴിഞ്ഞതിന് ശേഷം മാത്രം അത് നിങ്ങളെ തൊട്ടാൽ മതി. സ്റ്റെപ്പ് 3, ഷിഫ്റ്റ് ഫ്രം സങ്ക് കോസ്റ്റ് ടു ഫ്യൂച്ചർ കൺട്രോൾ. സൈക്കോളജിയിൽ സങ്ക് കോസ്റ്റ് ഫലാസി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് അതിന്മേൽ വീണ്ടും വീണ്ടും സമയവും എനർജിയും കളയുക എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു 10 അല്ലെങ്കിൽ 20 മാർക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ വെക്കും. അത് ആലോചിച്ച് കരഞ്ഞ് അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാതിരുന്നാൽ അടുത്ത പരീക്ഷയിലെ 50 അല്ലെങ്കിൽ 80 മാർക്ക് കൂടെയല്ലേ നിങ്ങളെ വേണ്ടെന്ന് വെക്കുന്നേ. അപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു, അതിലെ മാർക്ക് നിങ്ങളുടെ കയ്യിലല്ല. എന്നാൽ നാളെ വരാനിരിക്കുന്ന പരീക്ഷയുടെ 100% മാർക്കും നിങ്ങളുടെ കയ്യിലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പോയ 10 മാർക്കിന് വേണ്ടി കരയണോ അതോ ഇനി വരാൻ പോകുന്ന 100 മാർക്ക് പിടിച്ചു വാങ്ങണോ എന്ന്? ഡിസിഷൻ ഇസ് യുവേഴ്സ്. സ്റ്റെപ്പ് 4, ദ കംബാക്ക് മെന്റാലിറ്റി. ലോകത്തിലെ ഏതൊരു വലിയ കായിക താരത്തെയും സ്പോർട്സ്മാനെ എടുത്തു നോക്കൂ. ഒരു മാച്ചിൽ തോറ്റാല് അവര് അവിടെ കളി അവസാനിപ്പിക്കാറുണ്ടോ? ഇല്ലല്ലേ. അവര് കൂടുതൽ ശക്തിയോടെ അടുത്ത മാച്ചിൽ തിരിച്ചു വരും. അതാണ് ദ ആർട്ട് ഓഫ് കംബാക്ക്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കംബാക്ക് സ്റ്റോറി എഴുതാനുള്ള അവസരമാണ് ഈ അടുത്ത പരീക്ഷ. കഴിഞ്ഞ പരീക്ഷ തന്നിട്ടുള്ള ആഘാതം ഒരു വീഴ്ചയല്ല, മറിച്ച് അടുത്ത പരീക്ഷയിൽ ആളിക്കത്താനുള്ള ഒരു ഫ്യൂവൽ ആണെന്ന് കരുതൂ. എന്നെ തളർത്താൻ നോക്കിയ പരീക്ഷയോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അടുത്ത പരീക്ഷയിൽ ഞാൻ ഇതിനേക്കാൾ ശക്തമായിട്ട് തിരിച്ചു വരും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. സ്റ്റെപ്പ് 5, റീസെറ്റ് യുവർ എൻവിറോൺമെന്റ് ആൻഡ് ബ്രെയിൻ. കഴിഞ്ഞ പരീക്ഷയുടെ സങ്കടം വഹിച്ച് അതേ ടേബിളിൽ ഇരുന്നാൽ പഠിക്കാൻ മൂടില്ല. അതുകൊണ്ട് നിങ്ങളുടെ പഠനമുറിയും ബ്രെയിനും ഒന്ന് റീസെറ്റ് ചെയ്യുക. ആദ്യത്തേത് നിങ്ങളുടെ ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്യുക. കഴിഞ്ഞ സബ്ജക്റ്റിന്റെ ബുക്കുകളും നോട്ടുകളും മേശപ്പുറത്തുനിന്ന് മാറ്റി പുതിയ സബ്ജക്റ്റിന്റെ ബുക്കുകൾ മാത്രം വെക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം ഒന്ന് കഴുകുക, അല്ലെങ്കിൽ ഒരു ഷവർ എടുക്കുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. മൂന്നാമത് 5 മിനിറ്റ് മെഡിറ്റേഷൻ ആണ്. കണ്ണുകൾ അടച്ച് ശാന്തമായിട്ട് നിങ്ങളൊന്ന് ശ്വാസം എടുക്കുക. മനസ്സിലെ പഴയ സബ്ജക്റ്റിന്റെ ഓർമ്മകളൊക്കെ ഒന്ന് പുറന്തള്ളുക. പുതിയ സബ്ജക്റ്റിലേക്ക് കടക്കുമ്പോൾ പുതിയൊരു തുടക്കമായിട്ട് അതിനെ നിങ്ങൾ കാണുക. സ്റ്റെപ്പ് 6, ടാർഗറ്റഡ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഫോർ ദി നെക്സ്റ്റ് എക്സാം. ഇനി അടുത്ത പരീക്ഷയിൽ എങ്ങനെ പരമാവധി സ്കോർ ചെയ്യാം എന്നതായിരിക്കണം നിങ്ങളുടെ ചിന്ത. ഡോണ്ട് ഓവർ തിങ്ക്, ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. മൂഡ് വരുന്നത് വരെ കാത്തിരിക്കരുത്. ഏറ്റവും എളുപ്പമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയ ടോപ്പിക് എടുത്ത് പഠിച്ചു തുടങ്ങുക. ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ആ ഒരു ഫ്ലോ താനെ വന്നോളും. പിന്നെ ഫോക്കസ് ഓൺ ഹൈ ഈൽഡ് ടോപ്പിക്സ്. ഇപ്പൊ സമയം നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾക്ക് ആദ്യം പരിഗണന നൽകുക. ആൻഡ് ഗിവ് 100% എഫേർട്ട്. കഴിഞ്ഞ പരീക്ഷ മോശമായതിന്റെ ആ ഒരു അസംതൃപ്തി മുഴുവൻ അടുത്ത പരീക്ഷയുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ തീർക്കുക. ഇത്തവണ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കഴിഞ്ഞ ആ ഒരു പരീക്ഷ നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന ഒന്നല്ല. ഒരു മത്സരത്തില് ഒരു റൗണ്ടിൽ പിന്നോട്ട് പോയി എന്ന് കരുതി വിജയി ആരാണെന്ന് തീരുമാനിക്കപ്പെടുന്നില്ല. അവസാന റൗണ്ട് വരെ പോരാടുന്നവനാണ് യഥാർത്ഥ വിജയ്. വീണു പോയി എന്ന് കരുതി അവിടെ കിടക്കരുത്. എഴുന്നേറ്റ് നിവർന്നു നിന്ന് അടുത്ത പോരാട്ടത്തിന് തയ്യാറാവുക. നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ള കഴിവുണ്ട്. ആ ഒരു കഴിവിൽ മാത്രം വിശ്വസിക്കുക. സോ ഗൈസ്, കഴിഞ്ഞ പരീക്ഷയുടെ സങ്കടങ്ങളൊക്കെ ഇവിടെ തീർന്നു. ഇപ്പൊ തന്നെ ആ വിഷമങ്ങളൊക്കെ മനസ്സിന് പുറത്തേക്ക് കളഞ്ഞ് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ബുക്ക് കയ്യിലെടുക്കൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.